24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആഡംബര വാഹനങ്ങളുടെ ചേസിംഗ് ചിത്രീകരണത്തിനിടെ അപകടത്തിൽ 20-കാരന് ദാരുണാന്ത്യം. വടകര സ്വദേശി ആൽവിൻ ടി.കെയാണ് ചിത്രീകരണത്തിനെത്തിച്ച വാഹനം ഇടിച്ച് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ഈ റോഡിൽ വെച്ചാണ് ഇന്ന് രാവിലെ 7 മണിയോടടുപ്പിച്ച് അപകടമുണ്ടായത്. തിരക്ക് നന്നേ കുറഞ്ഞ സമയത്ത് പ്രൊമോ വീഡിയോ ചിത്രീകരിക്കാൻ എത്തിയതായിരുന്നു ആൽവിനും സംഘവും. വടകര കടമേരി സ്വദേശിയായ ആൽവിൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കോഴിക്കോടെത്തിയത്. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്ത് നൽകണമെന്നായിരുന്നു ആവശ്യം. രാവിലെ 7:30 വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിൽ ചിത്രീകരണം ആരംഭിച്ചു. 2 കാറുകൾ തമ്മിലുള്ള ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിന്റെ ജോലി. അതിനിടയിലാണ് കാറുകൾ ഒന്നിന്റെ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചത്. അപ്പോൾ 2 വണ്ടി ഒരു ഗ്യാപ്പില്ലാത്ത ലെവലിൽ ഒരു വണ്ടി കിടക്കുക അവിടെ. അപ്പോൾ ആ സമയത്താണ് അപ്പോഴൊക്കെ ഓനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി. അതായത് ഈ മരണപ്പെട്ട ഈ കുട്ടീനെ ഞങ്ങൾ ഈ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റുന്നത്. പിന്നെ അടുത്ത വണ്ടിക്കാരനാണ് പറഞ്ഞത് എന്താണ് ഇന്റെ കാക്കാണ് മറ്റേ വണ്ടിയിലുള്ളത്, ആ വണ്ടി ഞങ്ങൾ വിടും. കൂടെ ഉണ്ടായിരുന്നവരാണ് ആൽവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഉച്ചയോടെ മരണം സംഭവിച്ചു. രാവിലെ 7:00-ക്കാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച 9 മണിക്കാണ് അച്ഛനെ വിളിച്ചു പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളും അച്ഛനും അമ്മയും ഞങ്ങളാണ് എന്ത് ചെയ്തത്, പിന്നെ ബേബി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞാൽ അവിടെ വന്നാണ്. ഇവിടെ ഏകദേശം എന്ന് വെച്ചാൽ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട്, കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ തയ്യാറാക്കുന്ന ഒരു പരിപാടി. അത് മൂപ്പർക്ക് 2 വർഷം മുമ്പ് ഒരു കിഡ്നി ഫെയിലായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പം കുറച്ച് വിദേശത്തേനും ഇവിടെ 6 മാസം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനിടയിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ചെറിയ കമ്പനീൻ്റെ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ ചെയ്യുന്ന വണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടിക്കുന്നത്. അപകടത്തിൽ വാഹനം ഓടിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. പോലീസിന്റെ കൈവശമുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ എന്താണ് അപകട കാരണം എന്നതിലുൾപ്പെടെ കൂടുതൽ വ്യക്തത വന്നേക്കും. മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. കോഴിക്കോട് വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറെന്ന് മോട്ടോർ വാഹന വകുപ്പ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥിരീകരണം. 2 വാഹനത്തിലെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന സ്ഥിരീകരണം വരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തമായത് എന്തൊക്കെ? നേരത്തെ ഈ അപകടം ഉണ്ടാക്കിയത് ഡിഫൻഡർ ആണ് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബെൻസ് കാറാണ് ഇടിച്ചത് എന്നുള്ളൊരു അനുമാനത്തിലേക്ക്, എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത്, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അതിൽ നിന്നാണ് ബെൻസ് ആണ് ഈ അപകടത്തിന് കാരണമായതെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമിത വേഗത ഈ 2 വാഹനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ ഒപ്പം തന്നെ MVDയുടെ ഒക്കെ കൈവശമുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഈ അപകടം എങ്ങനെയാണ് നടന്നത് എന്നത് ഉൾപ്പെടെയുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം ഓടിച്ച, ഈ 2 വാഹനവും ഓടിച്ച 2 ഡ്രൈവേഴ്സ്, അവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. കൂടുതൽ വകുപ്പ് ഉൾപ്പെടെ ഇവർക്ക് നേരെ ചുമത്താനുള്ള ഒരു ആലോചനയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു നീക്കം കൂടി ഏതായാലും നടക്കുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. മുനമ്പം നിവാസികൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ സാധ്യത തെളിഞ്ഞു. കേസിന്റെ തീർപ്പ് വരെ വഖഫ് നോട്ടീസിൽ നിന്ന് സംരക്ഷണം നൽകാമെന്നാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഉറപ്പ്. ഭൂപ്രശ്നത്തിൽ ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24 പറഞ്ഞു. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയുടെ മുൻപാകെ ഹർജി എത്തിയത്. എന്നാൽ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി. സിവിൽ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുന്നതുവരെ ഇടക്കാല സംരക്ഷണം നൽകാമെന്നും ഹൈക്കോടതിയുടെ ഉറപ്പ്. ഇതിനിടെ മുനമ്പം വിഷയത്തിൽ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ 24 പറഞ്ഞു. വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ്, അതുപോലെ മുനമ്പം നിവാസികൾ, ഇവരുടെ എല്ലാം നിലപാട് എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിനോട് അത് കഴിഞ്ഞ്
എല്ലാം അവിടുത്തെ സ്ഥിതിവിശേഷം എല്ലാം ചോദിച്ച് അവിടുത്തെ വസ്തുവിൻ്റെ അവൈലബിലിറ്റിയും അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുനമ്പ് പ്രശ്നത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗം കമ്മീഷൻ കേൾക്കും. ജനുവരിയിൽ ഈ നടപടികൾ പൂർത്തിയാക്കുമെന്നും തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുമെന്നും ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ വ്യക്തമാക്കി. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരളം പ്രതികരിച്ചില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് സിദ്ധരാമയ്യ കത്തയച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഗുരുതര കൃത്യവിലോപമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ദുരന്തബാധിതർക്കായുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ കത്ത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായ അന്ന് തന്നെ 100 വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക വാഗ്ദാനം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് കേരള ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ചയും നടന്നു. എന്നാൽ തുടർ നടപടി മാത്രമുണ്ടായില്ല. കേരളം കൃത്യമായ മറുപടി നൽകുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറയുന്നത്. ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധമാകുന്നവരെ മാന്യമായി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. 600 വീട് ഇപ്പൊ തന്നെയായി. 600 വീട്, ഈ 600 പേരോട് വീട് ഓഫർ ചെയ്ത ആളുകളോട് വരെ സംസാരിച്ചില്ല. എന്ത് സംവിധാനമാണിത്? സത്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോവുക. പ്രയോറിറ്റി ഇവർക്ക് ഈ ദുരന്തം നിലവിൽ പ്രയോറിറ്റി ഇല്ല. അതാണ് ഗവൺമെന്റ് സമീപനം. പദ്ധതി നടപ്പിലാക്കാൻ ഏകോപനമുണ്ടായാൽ പണം മുടക്കാൻ ഇനിയും തയ്യാറാണെന്നാണ് കർണാടകയുടെ നിലപാട്. 24 ബംഗളൂരു. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ബോധപൂർവം ശിക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് ഉയർത്താൻ തയ്യാറാകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലല്ലേ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്? എന്തിന് കേരളത്തെ ശിക്ഷിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു? കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കുന്ന മനോഭാവം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന നിലപാടല്ലേ കേരളത്തിലെ BJP സ്വീകരിച്ചിട്ടുള്ളത്? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് കേരളം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ അനുവദിക്കണം എന്നാണ് ആവശ്യം. റവന്യൂ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ആളോഹരി വരുമാനത്തിന് ഏർപ്പെടുത്തിയ വെയിറ്റേജ് 25% കുറയ്ക്കണമെന്ന് പ്രതിപക്ഷവും ഉന്നയിച്ചു. സെസ്സും സർചാർജും അധികമായി ചുമത്തുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നുവെന്ന് സംബന്ധിച്ച കമ്മീഷൻ സാഹചര്യം പഠിച്ച് തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കി. വാർത്തകളിലേക്ക് വീണ്ടും. CPIM കരുനാഗപ്പള്ളിയിലെ ലോക്കൽ സമ്മേളനങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ നേതാക്കളെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേതാക്കളെ വിമർശിച്ചിരുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും M മുകേഷ് MLA-ക്കെതിരെയും വിമർശനമുയർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയുടെ ചേരിയും ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ നയിക്കുന്ന ചേരിയും തമ്മിലുള്ള പോരാണ് കരുനാഗപ്പള്ളിയിലെ ലോക്കൽ സമ്മേളനങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിന്റെ ഉത്തരവാദികളായവരെ പുതിയ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്നാണ് ധാരണ. ഇതനുസരിച്ച് PR വസന്തൻ, C രാധാമണി, PM ബാലചന്ദ്രൻ എന്നിവരെ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനലിൽ ഉൾപ്പെടുത്തിയേക്കില്ല. സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് സൂസൻ കോടിയെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കും. പ്രവർത്തന റിപ്പോർട്ടിനെ അധികരിച്ച് നടന്ന പൊതുചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. മൈക്ക് ഓപ്പറേറ്ററെ ശാസിച്ച സംഭവത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ തിരഞ്ഞെടുപ്പ് ദിവസം സ്ഥിരീകരണം നൽകിയതിൽ EP ജയരാജനെതിരെയും വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ M മുകേഷിനെ മത്സരിപ്പിച്ചതും വിമർശിക്കപ്പെട്ടു. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ വിഭാഗീയതയല്ലെന്നാണ് ജില്ലാ സെക്രട്ടറി S സുദേവൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചേരിപ്പോരും മത്സരവുമാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറി വരെ നേരിട്ട് വരേണ്ട സാഹചര്യമുണ്ടായി. പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ഇടപെട്ടിട്ടും സ്ഥാപിത താൽപര്യങ്ങളുമായി മുന്നോട്ടു പോയെന്നും റിപ്പോർട്ട് വിമർശിച്ചു. കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം. പാർട്ടി അവഗണിക്കാനും അംഗീകാരമുള്ള നേതാക്കളെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. ആ നടപടി എന്താണെന്ന് ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ വ്യക്തമാകും. മയ്യനാട് നിന്ന് അരുൺ SR-നൊപ്പം R. ശ്രീജിത്ത്, 24.
CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും സർക്കാർ പരാജയമാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. AK ബാലന്റെ പെരിച്ചാഴി പ്രയോഗം പ്രസ്ഥാനത്തിന് മോശമായി എന്നും വിമർശനം. അഞ്ചൽ, ശൂരനാട്, പുനലൂർ ഏരിയ കമ്മിറ്റികളാണ് വിമർശനം ഉന്നയിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, വിശദാംശങ്ങൾ. അരുൺരാജ്. റിജിത്ത്, കടുത്ത വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആ പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് ഉയർന്നത്. രണ്ടാം പിണറായി സർക്കാർ പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ല. ഇത് സർക്കാർ പൂർണ്ണ പരാജയമാണെന്നാണ് പ്രതിനിധികളുടെ ഒരു വിലയിരുത്തൽ. പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. 2 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം പോലും പാഴായിപ്പോയി. ലൈഫ് പദ്ധതി അടിമുടി പാളിച്ചയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ സഹായം കിട്ടുന്നില്ല എന്ന പതിവ് പല്ലവി നേതാക്കൾ നിർത്തണം എന്നുള്ളതാണ് ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടത്. പാർട്ടി ചിഹ്നത്തെ അപമാനിക്കുന്ന തരത്തിൽ AK ബാലൻ നടത്തിയ പെരിച്ചാഴി പ്രയോഗം പ്രസ്ഥാനത്തെ തന്നെ പിന്നോട്ടടിക്കുന്നതായി. പല നേതാക്കൾക്കും ഇത് പിന്നീട് വിശദീകരിക്കാൻ കഴിയാനോ ഇത് ജനങ്ങൾക്ക് മുമ്പിലോ പ്രവർത്തകർക്ക് മുമ്പിലോ ഇതിനെ ഏത് രീതിയിൽ വിവരിക്കണമെന്ന് പോലും അറിയാത്ത സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് പ്രതിനിധികളുടെ വിമർശനം. പാർട്ടിയുടെ തെറ്റുതിരുത്തൽ പ്രക്രിയ സമ്മേളനത്തിൽ മാത്രമായി ഒതുങ്ങുന്ന പല്ലവിയായി മാറുന്നു എന്നുള്ളതും വിമർശനമായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഞ്ചൽ, ശൂരനാട്, പുനലൂർ ഏരിയ കമ്മിറ്റികളാണ് ഇത്തരം വിമർശനങ്ങൾ ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനമായും ഉന്നയിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം പോത്തൻകോട് മോഷണത്തിനിടെ കൊല്ലപ്പെട്ട സ്ത്രീ ബലാത്സംഗത്തിനിരയായെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതി തൗഫീഖിനെ പോലീസ് പിടികൂടി. അസ്വാഭാവിക മരണത്തിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് കൊലപാതകം തെളിഞ്ഞത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വീട്ടുപരിസരത്ത് സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. മുഖത്ത് മുറിവുകളുണ്ട്, ബ്ലൗസ് കീറിയ നിലയിൽ. അന്വേഷണത്തിൽ തൊട്ടടുത്ത കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചു. പിന്നാലെ പോത്തങ്കോട് സ്വദേശിയായ തൗഫീഖിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം കവർന്ന ആഭരണം ചാലയിലെ സ്വർണ്ണക്കടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വയോധിക ബലാത്സംഗത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകളുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പ്രതി തൗഫീഖ് നിരവധി കവർച്ചാ കേസുകളിലും പോക്സോ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 24 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട്ടെ പ്രചാരണത്തിന്റെ പേരിൽ കോൺഗ്രസിലെ അതൃപ്തി പുറത്ത്. തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിനെതിരെ ചാണ്ടിയുമ്മൻ പരസ്യമായി രംഗത്തെത്തി. ചാണ്ടിയുമ്മനെ രമേശ് ചെന്നിത്തല പിന്തുണച്ചപ്പോൾ KPCC അധ്യക്ഷൻ മറുപടി പറയുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പാലക്കാട്ട് മികച്ച വിജയം കോൺഗ്രസ് നേതൃത്വം ആഘോഷിക്കുമ്പോഴാണ് അതൃപ്തിയുമായി ചാണ്ടിയുമ്മൻ MLA രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചുമതല നൽകുകയും തന്നെ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് ചാണ്ടിയുമ്മന്റെ ആരോപണം. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ചാണ്ടിയുമ്മന് പരാതി ഉള്ളതായി അറിയില്ലെന്നും ഇനി പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തോടാണ് പറയേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇല്ല, എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യം. അതേസമയം ചാണ്ടിയുമ്മന്റെ അതൃപ്തി പരിശോധിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. എല്ലാ MLA-മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പാർട്ടിക്കുള്ളിലെ ചെറിയ പ്രശ്നങ്ങളെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് KPCC അധ്യക്ഷനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാനതിനൊന്നും മറുപടി KPCC പ്രസിഡന്റ്. ചാണ്ടിയുമ്മൻ അതൃപ്തി പരസ്യമായി പറഞ്ഞത് ശരിയായില്ലെന്ന നിലപാടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. 24 കോട്ടയം. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളനവേദി നിർമ്മിച്ച CPIM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചിയൂർ CIയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടിയെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണിത്. എന്തായിരുന്നു പരിപാടി, ആരൊക്കെ പങ്കെടുത്തുവെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും തൊട്ടടുത്തല്ലേ പരിപാടി നടന്നതെന്നും വിമർശിച്ചു.
വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ എന്നും കോടതി ചോദ്യമുയർത്തി. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. വ്യാഴാഴ്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മതിയായ രേഖകൾ സഹിതം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. 24 കൊച്ചി. കണ്ണൂർ മാടായി കോപ്പറേറ്റീവ് കോളേജിലെ നിയമന വിവാദത്തെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. കണ്ണൂർ DCC നേതൃത്വത്തിനെതിരായ അതൃപ്തി പരസ്യമാക്കി MK രാഘവനും രംഗത്തെത്തി. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെയും ഉളിയമ്പ്. കുഞ്ഞിമംഗലത്തെ MK രാഘവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. MK രാഘവൻ MP ചെയർമാനായ കോൺഗ്രസ് ഭരണസമിതി നിയന്ത്രിക്കുന്ന മാടായി കോളേജിലെ നിയമനങ്ങളാണ് വിവാദത്തിന് ഇന്ധനമായത്. കോഴ വാങ്ങി ബന്ധുവടക്കം DYFI പ്രവർത്തകരെ നിയമിച്ചെന്നാരോപിച്ചാണ് രാഘവനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പരസ്യകലാപത്തിന് തുടക്കമിട്ടത്. വിവാദ നിയമനങ്ങളെ ന്യായീകരിച്ച MK രാഘവൻ കോളേജ് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ പാർട്ടിതല അച്ചടക്ക നടപടി തെറ്റെന്നും വിമർശിച്ചു. DCC നേതൃത്വത്തെ പരസ്യമായി തള്ളിയ MK രാഘവൻ K സുധാകരനെതിരെയും ഒളിയമ്പെയ്തു. ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ആളുകൾ എനിക്കറിയാം. അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇപ്പം പറയുന്നില്ല കേട്ടോ. പ്രതിഷേധം ആസൂത്രിതമെന്നാണ് MK രാഘവന്റെ നിലപാട്. നീക്കങ്ങൾക്ക് K സുധാകരന്റെ അടക്കം ആശീർവാദമുണ്ടെന്നും രാഘവൻ കരുതുന്നു. ഇതോടെയാണ് വിഷയം നേതൃതലത്തിലെ തർക്കമായി വളരുന്നത്. അതേസമയം പ്രതിഷേധം കടുപ്പിച്ച് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വീണ്ടും രംഗത്തെത്തി. MK രാഘവന്റെ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും കോലം കത്തിക്കലും. MK രാഘവൻ പാർട്ടിയെ വിറ്റ് കാശാക്കുന്നുവെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും മുദ്രാവാക്യം. നമ്മൾക്ക് ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ. ധനേഷിന്റെ ജോലി അവിടുന്ന് രാജിവെപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരും പോകും. 3 മാസം മുമ്പ് തന്നെ KPCCക്കും DCCക്കും ACC ജനറൽ സെക്രട്ടറിക്കും ഒക്കെ നമ്മൾ കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്ത സമയത്ത് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞതെന്ന് പറയും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നതിൽ MK രാഘവന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ DCC നിലപാട്. നിയമനം പുനഃപരിശോധിക്കാൻ സാധ്യതകളില്ലെന്നിരിക്കെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടേക്കും. 24 കണ്ണൂർ. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തുമായി അതിജീവിത. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചതിൽ നടപടിയില്ലെന്ന് കത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിജീവിത സമീപിച്ചിരുന്നു. പരാതിയിൽ അനുകൂല ഇടപെടലുണ്ടായില്ല. നടപടിയെടുക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ്. ഇതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും അതിജീവിത. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് തുറന്ന സംഭവത്തിൽ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. നിയമപരമായി ഇത് നിലനിൽക്കില്ലെന്ന് മേൽക്കോടതികൾ നിരീക്ഷിച്ചു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. 24 കൊച്ചി. ശബരിമലയിൽ നടൻ ദിലീപിന്റെ VIP ദർശനത്തിൽ അനർഹമായ സഹായം ചെയ്തു നൽകിയിട്ടില്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ. ദേവസ്വം ഗാർഡുമാരാണ് ദിലീപിനെയും മറ്റുള്ളവരെയും ആദ്യ നിരയിലേക്ക് കയറി നിൽക്കാൻ അനുവദിച്ചത്. സോപാനം സ്പെഷ്യൽ ഓഫീസർക്കാണ് സോപാനത്തിന്റെ ഉത്തരവാദിത്വമെന്നും റിപ്പോർട്ടിലുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ P. ബിജോയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ദിലീപ് സന്നിധാനത്തെത്തുന്ന കാര്യത്തിൽ മുൻകൂട്ടി ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. നടന് പ്രത്യേകമായ ഒരു പരിഗണനയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ദിലീപ് എത്തിയത് ഹരിവരാസനത്തിനായി നട അടയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഒത്താണ്. ഹരിവരാസനം തുടങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 ദേവസ്വം ഗാർഡുമാരാണ് ദിലീപിനെയും മറ്റുള്ളവരെയും ആദ്യ നിരയിലേക്ക് കയറി നിൽക്കാൻ അനുവദിച്ചത്. ഇവിടം നോക്കുന്നത് ദേവസ്വം ഗാർഡുമാരാണെന്നും സോപാനം സ്പെഷ്യൽ ഓഫീസർക്കാണ് സോപാനത്തിന്റെ ഉത്തരവാദിത്തമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടന് പോലീസ് പമ്പയിലോ സന്നിധാനത്തോ യാതൊരു വിധത്തിലുള്ള സഹായം നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ആവർത്തിച്ചു. പ്രായമായവരെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാവർക്കും ദർശനത്തിന് സൗകര്യമൊരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് മറ്റന്നാളത്തേക്ക് പരിഗണിക്കാനായി മാറ്റി.
24 കൊച്ചി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനും കെ ഗോപാലകൃഷ്ണൻ IASനുമെതിരെ രൂക്ഷ വിമർശനവുമായി N പ്രശാന്ത് IAS. 2 ഉദ്യോഗസ്ഥരും തന്നെ കൊടുക്കാൻ വ്യാജ ഫയൽ ഉണ്ടാക്കിയെന്നാണ് ആരോപണം. തെളിവായി ഓഫീസ് ലോഗ് രേഖകളും പ്രശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സർക്കാർ സംവിധാനത്തിലെ ഫയൽ നീക്കങ്ങൾ നടക്കുന്ന ഫയൽ രേഖകൾ പുറത്തുവിട്ടാണ് N പ്രശാന്തിന്റെ പുതിയ നീക്കം. ഉന്നതിയുടെ ഫയൽ നഷ്ടപ്പെട്ടുവെന്ന് N പ്രശാന്തിനെ പഴിച്ചുള്ള ജയതിലകിന്റെ റിപ്പോർട്ടായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ലെന്ന് ജയതിലകും കെ ഗോപാലകൃഷ്ണനും വ്യാജ കത്തുകളുണ്ടാക്കിയെന്നാണ് N പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചത്. ഫയലുകൾ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ഗോപാലകൃഷ്ണൻ ജയതിലകിന് കത്തയച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ. എന്നാൽ ഫയലിൽ വിവരം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 1-ന്. കത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ജയതിലകിന്റെ ഓഫീസിൽ നിന്നാണെന്നും രേഖകളിൽ വ്യക്തം. ഫയൽ എടുത്തയാൾ ഫയലാലെയെന്നും N പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. പരസ്യ പ്രതികരണത്തിന് ചാർജ് മെമ്മോ കിട്ടിയതിന് പിന്നാലെയാണ് N പ്രശാന്ത് വീണ്ടും ഗുരുതര വിമർശനവുമായി രംഗത്തെത്തിയത്. 24 തിരുവനന്തപുരം. പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി സർക്കാർ. നടപടി സ്വീകരിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമെന്നാണ് സർക്കാർ നിലപാട്. വീഴ്ച സംഭവിച്ചാൽ സെക്രട്ടറിമാരാണ് ഉത്തരവാദിയെന്നും സർക്കുലറിലുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാർഗനിർദ്ദേശം. പാതയോരങ്ങളിലെ അനധികൃത കൊടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഒഴിവാക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കണം. ഇവയുടെ പ്രവർത്തനം വിലയിരുത്താൻ ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ വേണം. വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചാൽ പിഴ ഈടാക്കുക സെക്രട്ടറിമാരിൽ നിന്നായിരിക്കുമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് അനധികൃത ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്വം സെക്രട്ടറിമാർക്കെന്ന തലത്തിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വീണ്ടും കുഞ്ഞിനോട് ക്രൂരത. 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചുവെന്നാണ് പരാതി. 24 വാർത്തയ്ക്ക് പിന്നാലെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം അധ്യാപിക നസ്രിയക്കെതിരെ പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു. ചീറ്റിനുള്ളിൽ തന്നു ബാത്റൂമിൽ പോയപ്പം ആരോടും അമ്മയോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞോ? പറയണ്ടെന്ന്. ആരോട് പറയണ്ടെന്ന് പറഞ്ഞു? ഉമ്മച്ചിയോട്. LKG വിദ്യാർത്ഥിയായ 4 വയസ്സുകാരിയോടാണ് അധ്യാപികയുടെ ക്രൂരത. സ്കൂളിൽ വച്ച് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. വിവരം പേടിച്ച് പുറത്തു പറയാതിരുന്ന കുഞ്ഞിനെ പരിശോധിക്കുമ്പോഴാണ് ക്രൂരത മാതാപിതാക്കൾ അറിയുന്നത്. അത് ടീച്ചർ നുള്ളി തന്നു. ഇവിടെ എനിക്ക് വേദന ഉണ്ട്. അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേക്ക് അവിടെ കട്ടിക്ക് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട്. മരുന്നിടാന്ന് സമ്മതിക്കില്ല. തോടെ വേദനിക്കണമ്മ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇതാദ്യമല്ല അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്നാണ് മാതാവിന്റെ പ്രതികരണം. ഇല്ല, ഇതിന് മുമ്പും ഇതുപോലെ വഴക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പളിൻ്റെ അടുത്ത്. എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ഇതുപോലെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം ടീച്ചറിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് അടുത്ത നടപടി നോക്കാം, ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു മാസം വന്നിട്ട് മോൾക്ക് ഭയങ്കര സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്. 24 വാർത്തയ്ക്ക് പിന്നാലെ അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നടപടി. അധ്യാപികയ്ക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തുന്നത് പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്കും വിധേയയാക്കി. സംഭവത്തിൽ കുഞ്ഞിന്റെ മാതാവിനോട് അധ്യാപിക മാപ്പ് ചോദിക്കുന്ന ശബ്ദ സംഭാഷണവും പുറത്തുവന്നു. എക്സ്ട്രീംലി സോറി, അതാ ഞാൻ പറയണത്. School will definitely take the necessary actions. Okay, ma'am. Okay. So just apologize ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. Okay, ma'am. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇതാദ്യമല്ല അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ദുർബലമായ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ മാത്രം പോരെന്നും അധ്യാപികയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജ് അഡ്മിഷന് കോഴ ആവശ്യപ്പെട്ടെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ അന്വേഷണം. മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച 6 വിദ്യാർത്ഥികളുടെ പരാതി 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. 24 ഇമ്പാക്ട്. കഴിഞ്ഞ നവംബർ 14-നാണ് 6 വിദ്യാർത്ഥികൾ ഇമെയിൽ വഴി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി അയച്ചത്.
മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിച്ചവരോട് തലവരിപ്പണം ചോദിച്ചു. പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ 10 അപേക്ഷകരുടെ വിവരങ്ങൾ വ്യാജമാണെന്ന് സംശയിക്കുന്നു. അപേക്ഷയിലെ വിവരങ്ങൾ തെറ്റാണ്. ഇങ്ങനെ നീളുന്നു പരാതി. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അയ്യപ്പ കോളേജിന് നോട്ടീസ് അയച്ചു. നവംബർ 20 അയച്ച നോട്ടീസിൽ 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അറിയിച്ചു. ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അടിയന്തര ഇടപെടലുണ്ടായി. നിലവിൽ മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട്. കോഴ ആരോപണവും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി. ഇന്നിപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും അതിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ തലത്തിൽ നിയമപരമായി നടത്തേണ്ടതായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കും. സർക്കാർ ഇക്കാര്യം തീർച്ചയായിട്ടും സമഗ്രമായിട്ട് പരിശോധിക്കും. അതേസമയം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അഡ്മിഷൻ ക്രമക്കേടുകൾ നടത്തിയിട്ടില്ലെന്നും അയ്യപ്പ കോളേജ് അധികൃതർ അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യുവജന സംഘടനകൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ശാരീരിക അവശതകൾ നേരിട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വൈകി ഹോസ്റ്റലിലെത്തിയെന്നും ഇത് വാർഡൻ ചോദ്യം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായിഷ മൻസൂർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ സഹപാഠികളുടെ മൊഴിയെടുത്തു. ഇതിനിടെ കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കുവെച്ചുകൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. മൻസൂർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി DCC അധ്യക്ഷൻ PK ഫൈസൽ രംഗത്തെത്തി. മൻസൂർ ഹോസ്പിറ്റൽ ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷക്കാലത്തെ മൻസൂർ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. പെൺകുട്ടിയുടെ സഹപാഠികൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ള കുട്ടിയെ സന്ദർശിച്ചു. 24 കാസർഗോഡ്. ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കുമെന്നതിനെ ചൊല്ലി വിവാദം തുടരുന്നു. സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തി. ബംഗാളിന് പുറത്ത് മമത പരാജയപ്പെട്ട നേതാവാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സഖ്യത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി. കോൺഗ്രസിന്റെ എതിർപ്പിൽ കാര്യമില്ലെന്നും RJD മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത്. അതേസമയം ബംഗാളിന് പുറത്ത് പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജി എന്ന കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ. We all know that when India bloc leader has to be elected, that has to be when the India bloc gets the majority of MPs to elect for the prime ministership. കോൺഗ്രസിന് അഹന്തയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന മമതയ്ക്ക് അറിയാമെന്നും തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി. സമാജ്വാദി പാർട്ടി, ശിവസേന ഉദ്ധവ് വിഭാഗം, NCP, RJD എന്നീ 4 ഇന്ത്യ സഖ്യ കക്ഷികൾക്ക് പുറമെ സഖ്യത്തിന് പുറത്തുള്ള YSR കോൺഗ്രസും മമതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. കർണാടകയിലെ ബലഗാവിയിൽ വൻ സംഘർഷം. സംവരണ പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചമശാലി ലിംഗായത്ത് വിഭാഗം നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിവീശി. നിരവധി പേർക്ക് പരിക്കേറ്റു. കർണാടക നിയമസഭയുടെ ശീതകാല സമ്മേളനം ബലഗാവിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സംവരണ പട്ടികയിലെ 2A വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് പ്രതിഷേധം വീണ്ടും ശക്തമാവുന്നത്.
തൃശൂർ പറവട്ടാനിയിൽ 2 കുട്ടികളെ കാണാതായി. സ്റ്റെർവിൻ, മെർവിൻ എന്നിവരെയാണ് കാണാതായത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് പോലീസ് പറയുന്നത്? സൂരജ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പറവട്ടാനി സ്വദേശികളായ 12 വയസ്സുള്ള സ്റ്റെർവിൻ, അതുപോലെ തന്നെ 13 വയസ്സുള്ള മെർവിൻ എന്നിവരെ കാണാതാകുന്നത്. കുട്ടികൾ ഈ സൈക്കിളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവരെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഈ ഏറെ നേരമായും വീട്ടിലേക്ക് മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഈ കുടുംബാംഗങ്ങൾ നടത്തിയ തിരച്ചിലാണ് ഈ കുട്ടികൾ കാണാതായെന്ന വിവരം മനസ്സിലാക്കുന്നത്. ഈ സൈക്കിൾ പറവട്ടാനിയിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണൂത്തി പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ മണ്ണൂത്തി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. ഈ സൈക്കിൾ ഉപേക്ഷിച്ച് കുട്ടികൾ ബസ്സിൽ കയറി കടന്നതാകാം, ബസ്സിൽ യാത്ര തുടർന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ ഏത് സ്ഥലത്തേക്കാണ്, അതായത് പ്രത്യേകിച്ച് പാലക്കാട്, കോയമ്പത്തൂർ അതിർത്തികളിലേക്ക് ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി.കെ. സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്. വോട്ടിംഗ് മെഷീനെതിരെ മഹാരാഷ്ട്രയിൽ കൂടുതൽ ഗ്രാമങ്ങൾ രംഗത്ത്. സത്താറയിലെ കൊലേവാഡിയിൽ വോട്ടിംഗ് മെഷീനെതിരെ ഗ്രാമസഭ പ്രമേയം പാസാക്കി. അടുത്ത തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറിൽ നടത്തണം എന്നാണ് പ്രമേയം. രാജ്യത്ത് EVM-നെതിരെ പ്രമേയം പാസാക്കുന്ന ആദ്യത്തെ ഗ്രാമസഭയാണ് കൊലേവാഡിയിലേത്. കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ വൻ മാർജിനിൽ പരാജയപ്പെട്ട കരാട് മണ്ഡലത്തിലെ ഗ്രാമമാണിത്. നേരത്തെ സോളാപൂരിലെ മർക്കഡ്വാടി ഗ്രാമവും EVM-നെതിരെ രംഗത്ത് വന്നിരുന്നു. ഇവിടെ പ്രതീകാത്മക തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞിരുന്നു. ദുലൈയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ വോട്ടിംഗ് മെഷീനെതിരെ പന്തം കൊളുത്തി പ്രതിഷേധവും നടത്തി. വോട്ടെണ്ണൽ ദിനം ചട്ടപ്രകാരം നടത്തിയ പരിശോധനയിൽ VVPAT സ്ലിപ്പുകളിൽ ക്രമക്കേടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിറക്കി. ഓരോ മണ്ഡലത്തിലെയും 5 മെഷീനുകളാണ് ചട്ടപ്രകാരം അന്ന് പരിശോധിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ട മണ്ഡലങ്ങളിലെ വിശദമായ VVPAT പരിശോധന പിന്നീട് നടക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത കർണാടക ഹൈക്കോടതി ഉത്തരവിലെ വിശദാംശങ്ങൾ പുറത്ത്. യുവാവിന്റെ പരാതി വിശ്വസനീയമല്ലെന്ന് കോടതി. 2012 നടന്ന പീഡനത്തിൽ പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകിയെന്നതിന് വിശദീകരണം ലഭിച്ചില്ല എന്നും ഇടക്കാല ഉത്തരവിൽ പരാമർശം. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ തടഞ്ഞ് ഇടക്കാല ഉത്തരവിട്ടു. യുവാവിന്റെ പരാതി വിശ്വസനീയമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. 2012 ബംഗളൂരു വിമാനത്താവളത്തിന് സമീപത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് പരാതി. ഇതേ ഹോട്ടലിൽ യുവാവിനെ എത്തിച്ച് ബംഗളൂരു പോലീസ് തെളിവെടുപ്പ് നടത്തി. പരാതിക്കാരൻ ഹോട്ടൽ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ പരാതിയിൽ പരാമർശിക്കപ്പെട്ട ഹോട്ടൽ 2016 പ്രവർത്തനം തുടങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരായ ആരോപണങ്ങൾ വ്യാജമെന്ന് കരുതേണ്ടി വരുമെന്ന് ഉത്തരവിലുണ്ട്. പരാതി നൽകാൻ എന്തുകൊണ്ട് 12 വർഷം കാത്തിരുന്നുവെന്ന ചോദ്യത്തിന് കൃത്യമായി വിശദീകരണം ലഭിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ബംഗളൂരു പോലീസിന് കൈമാറുകയായിരുന്നു. കേസിൽ പോലീസ് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 24 ബംഗളൂരു. ചാർജ് വർധനവിന് പിന്നാലെ 17 പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള KSEB നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയ ബാധ്യത തീർക്കുന്നതിനായാണ് സർചാർജ് പിരിക്കാൻ KSEB അപേക്ഷ നൽകിയത്. എന്നാൽ 4 മാസത്തെ കണക്കിന് പകരം 3 മാസത്തെ കണക്ക് സമർപ്പിച്ചാൽ 10 പൈസയിലേക്ക് സർചാർജ് കുറയ്ക്കാനാകും. ആ രീതിയിൽ പുതിയ കണക്ക് സമർപ്പിക്കുവാനും KSEBക്ക് നിർദ്ദേശം നൽകി. സർചാർജായി വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്നും ഇന്നത്തെ സിറ്റിംഗിൽ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. 37 കോടി രൂപയിലധികമാണ് ബാധ്യതയുള്ളത്. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അസാധാരണ നീക്കവുമായി പ്രതിപക്ഷം. പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. അതേസമയം ഭരണപ്രതിപക്ഷ പോരിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യസഭാ അധ്യക്ഷനെതിരായി അവിശ്വാസ പ്രമേയ നോട്ടീസ്. അധ്യക്ഷൻ ഭരണമുന്നണിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാരോപിച്ചാണ് ഈ നീക്കം. US വ്യവസായി ജോർജ് സോറോസുമായി ചേർന്ന് കോൺഗ്രസ് ഇന്ത്യാവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നുവെന്ന BJPയുടെ ആരോപണം സഭാധ്യക്ഷൻ ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയത്. അവിശ്വാസ പ്രമേയ നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പാർലമെന്റിന്റെ ഇരുസഭകളും അദാനി കോഴ ജോർജ് സോറോസ് വിഷയങ്ങളിൽ ഇന്നും തടസ്സപ്പെട്ടു. രാജ്യസഭയിൽ JP നദ്ദയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ആരോപണവുമായി എത്തിയത്.
ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും. अध्यक्ष महोदय, मैं आपकी अनुमति से आज की लोकसभा की संशोधित कार्य सूची में क्रम संख्या 6 पर अपने नाम के सम्मुख अंकित प्रपत्र सभा पटल पर रखता हूँ. आइटम नंबर 7 बंडी संजय कुमार जी. പാർലമെന്റ് കവാടത്തിൽ അദാനി കോഴയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നും തുടർന്നു. അദാനിയുടെയും മോദിയുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ പതിച്ച ബാഗുകളുമായാണ് ഇന്നത്തെ പ്രതിഷേധം. 24 ഡൽഹി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ 6ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. റയൽ മാഡ്രിഡ്, ലിവർപൂൾ, ബയൺ മ്യൂണിക് ടീമുകളും ഇന്ന് കളത്തിലെത്തും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തുടർത്തോൽവികളാൽ വലയുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്. 5 മത്സരങ്ങളിൽ 3ലും തോറ്റ റയൽ പോയിന്റ് പട്ടികയിൽ 24ാം സ്ഥാനത്താണ്. അതായത് പ്ലേ ഓഫ് ബർത്തിന്റെ അവസാന പടിയിൽ. ശേഷിക്കുന്ന 3 മത്സരങ്ങളും കാർലോസ് ആഞ്ചലോട്ടിക്കും ടീമിനും ജീവൻ മരണ പോരാട്ടങ്ങൾ. അതിലെ ആദ്യ കടമ്പയാണ് അല്പം കടുപ്പം. യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരും ഇറ്റാലിയൻ ലീഗിലെ നിലവിലെ ടേബിൾ ടോപ്പേഴ്സുമായിട്ടുള്ള അറ്റ്ലാന്റയാണ് എതിരാളികൾ. ചാമ്പ്യൻസ് ലീഗിലും തോൽവിയറിയാതെ കുതിക്കുകയാണ് അറ്റ്ലാന്റ. വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ജൂഡ് ബെല്ലിംഗ്ഹാമും സ്ക്വാഡിൽ തിരിച്ചെത്തുന്നത് റയലിന് ആത്മവിശ്വാസം നൽകും. രാത്രി 1:30-ക്കാണ് ഈ മത്സരം. ലീഗിൽ 5-ൽ 5 കളിയും ജയിച്ച 1ാം സ്ഥാനത്തുള്ള ലിവർപൂളിന്റെ ഇന്നത്തെ എതിരാളികൾ ജിറോണ. 6ാം ജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിക്കാനാണ് ചെമ്പട ഇറങ്ങുന്നത്. രാത്രി 11:15-നാണ് മത്സരം. മറ്റ് മത്സരങ്ങളിൽ എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ല RB ലൈപ്സിഷിനെയും ഇന്റർ മിലാൻ ബയർ ലെവർക്യൂസിനെയും നേരിടും. ഈ 2 മത്സരങ്ങളും രാത്രി 1:30-ക്ക് നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. പമ്പയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു എന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടലുമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെയും മറ്റും പരിശോധനകളും നടന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. എന്തെല്ലാം പോരായ്മകൾ ഉണ്ട് എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുമെന്നും മലിനീകരണം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. 24 ഇമ്പാക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പമ്പയെക്കുറിച്ചാണ്. പമ്പയിലേക്ക് മാലിന്യങ്ങൾ തള്ളുകയാണ്. അത് അടിയന്തരമായി നിർത്തിയേ മതിയാവുകയുള്ളൂ. എന്തായാലും ആ വാർത്തയിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, റെഡി. ഓവർ ടു പമ്പ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊക്കെ അവിടെ നടന്നിരുന്നു. ഇതുകൂടാതെ മറ്റ് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇത്തരത്തിലുള്ള മലിനീകരണം പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാത് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിക്കുമെന്നുള്ളതാണ്. ഒടുവിൽ വാർത്തയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുള്ള മലിനീകരണ പ്രശ്നത്തിൽ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ സംഘവും മറ്റുന്നത ഉദ്യോഗസ്ഥരും പ്രദേശത്ത് പരിശോധന നടത്തി. പമ്പയിലേക്ക് ഒരിക്കലും മലിനജലം തള്ളാൻ അനുവദിക്കില്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി 24നോട്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ മലിനീകരണം ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അടുത്ത ദിവസവും വിവിധ വകുപ്പുകളുടെ പരിശോധന പമ്പയിലുണ്ടാകും. മലിനജലം എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്ന് കണ്ടെത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഇക്കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിനെ രേഖാമൂലം തന്നെ അറിയിച്ച് പരിഹാരം കണ്ടെത്താനും തീരുമാനമായിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന പമ്പയിലെ മാലിന്യ പ്രശ്നം അധികാരികളുടെ മുൻപിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. വെറും വാക്കല്ല, നടപടിയാണ് ഉണ്ടാകേണ്ടത്. വെള്ളം ഒഴുക്കിവിടുന്നത്, മലിനജലം ഒഴുക്കിവിടുന്നത് അടിയന്തരമായി തടയണം. അതിനുവേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കട്ടെ. അഭിലാഷ് കൈതമണിനും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. റെഡ്മി നോട്ട് 14 സീരീസിന്റെ കേരള ലോഞ്ച് കോഴിക്കോട് താമരശ്ശേരി മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് പുതിയ മോഡൽ ലോഞ്ച് ചെയ്തു. മൈജി CMD AK ഷാജിയും ഷവോമി കമ്പനി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. മൈജി ക്രിസ്മസ് ലക്ഷാധിപതി നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. മൈജി പുതുതായി പുറത്തിറക്കുന്ന പെർഫ്യൂം ബ്രാൻഡിന്റെ ഉദ്ഘാടനം ഹണി റോസ് നിർവഹിച്ചു. ക്രിസ്മസ് മാസം കസ്റ്റമേഴ്സിന് വേണ്ടി നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെയിലി ഞങ്ങൾ 1 lakh വെച്ചിട്ട് ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രിഡ്ജ്, റഫ്, വാഷ് എല്ലാ സാധനങ്ങളും വീക്കിലി ഞങ്ങൾ പ്രൈസ് ആയിട്ട് കൊടുക്കണം. ഇവിടെ ഡെഫിനറ്റ്ലി മൈജി ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഉണ്ടെന്ന് പറയാം. എല്ലാത്തരം കിച്ചൺ അപ്ലയൻസസും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും എല്ലാം അവൈലബിൾ ആണ്. 24 റൗണ്ടപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്.